നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ രുചിയിൽ 4 കിലോ ചിക്കൻ ഉപയോഗിച്ച് ചിക്കൻ കറി തയ്യാറാക്കി നോക്കാം. ഇതിനുവേണ്ടി ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കണം. ഇനി അടുപ്പ് കത്തിച്ച് ഒരു പാത്രത്തിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 5 സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള ഇളക്കി വേർപെടുത്തിയെടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇളക്കി യോജിപ്പിക്കുക. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി ചേർക്കുക. ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 6 മുതൽ 8 വരെ എണ്ണം കരയാമ്പൂ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് തക്കോലമാണ്. തക്കോലം 2 ഇതളുകൾ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഏലക്കായ ചേർത്ത് കൊടുക്കണം. 6 ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി പെരുംജീരകം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി നന്നായി മുരിച്ചെടുക്കണം. കൂട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുവിധം കൂട്ട് ശരിയായി വന്നിട്ടുണ്ട്, അതായത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 തക്കാളി മീഡിയം സൈസ് ആയി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പില വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 4-5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. കറിയിൽ വേപ്പില എത്ര അധികം ഇട്ട് കൊടുത്താലും അത്രയും രുചി കൂടുകയുള്ളൂ. ഇനിയാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ പച്ചമുളക് ചേർക്കുന്നില്ല. അതുപോലെ ഗരം മസാല പ്രത്യേകമായി ചേർത്ത് കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ
ഗ്രേവിയോടുകൂടിയ ഈ കറി വയറിന് അസുഖമൊന്നും ഉണ്ടാക്കുന്നില്ല. തനി നാടൻ രുചിയിൽ വയ്ക്കുന്ന ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചാറുള്ള ജ്യൂസി ആയ കറിയായതിനാൽ എല്ലാ പലഹാരങ്ങൾക്കൊപ്പവും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചോറിനൊപ്പവും നമുക്ക് കൂടുതലായും ഉപയോഗിക്കാം. ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. 4 കിലോ ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കുറഞ്ഞ അളവിൽ ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള അളവിലുള്ള ചേരുവകൾ ചേർത്താൽ മതിയാകുന്നതാണ്. ചിക്കൻ ഇനി മസാലയോടൊപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായി വെന്ത് കിട്ടുന്നതിനും ഗ്രേവിക്കുമായി നമുക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തീ ഫുള്ളാക്കി വെച്ച് വേവിച്ച് എടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കുറച്ചുകൂടി വെള്ളം വറ്റിച്ചെടുക്കണം. എപ്പോഴും ചിക്കൻ കഷ്ണങ്ങൾ ചാറിൽ മുക്കി വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുവിധം നന്നായി വെന്തു വന്നിട്ടുണ്ട്. മുകളിൽ വെളിച്ചെണ്ണ തെളിഞ്ഞു നിൽക്കുന്ന ചാറോടുകൂടിയ നല്ല ജ്യൂസി ആയ ചിക്കൻ കറി വളരെ രുചികരമായി നമുക്കും തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്തു കൊടുക്കുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇട്ട് തെറ്റുകുറ്റങ്ങൾ തിരുത്തുന്നതിനും സമയമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.